പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. ഭാവന കിട്ടിയോ? കിട്ടിയോ? സേതു ഫോണിങ്ങതാ. ഹലോ സൂര്യമോൻ, എന്റെ ഭാനു എവിടെ? അവളിവിടെ ഉണ്ടാൻറ്റി. ഒന്ന് കൊടുക്കൂ. ഭാനു, അമ്മയാ. മക്കളെ, എവിടെയായിരുന്നു? ആൻറ്റി, ഇനി പേടിക്കണ്ട. ഓ, വേഗം കൊണ്ടുപോവാ മക്കളെ, എനിക്ക് അവളെ കാണണം. ആൻറ്റി, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലില്. ഹോസ്പിറ്റലിലോ? അയ്യോ. അതെ ആൻറ്റി, സേതുവേട്ടന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കോ? ആ, കൊടുക്കാം. എന്താ ഹോസ്പിറ്റലിലാണെന്ന്? അയ്യോ സേതുവേട്ട, ഭാനുവിനെ രക്ഷിക്കുന്നതിനിടയില് ഭാവന ചെറുതായിട്ടൊന്ന് വീണു. അയ്യോ, എന്താ? പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഉടനെ അങ്ങ് വരും. ഏത് ഹോസ്പിറ്റലാ? ഭാവന ജോലി കയറുന്ന ഹോസ്പിറ്റലിൽ തന്നെയാ. ഞാൻ ഇപ്പൊ വരാം. വരണമെന്നില്ല സേതുവേട്ട. സൂര്യ ഫോൺ വെച്ചോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്താടാ? ഭാനുവിനെ രക്ഷിക്കുന്നതിനിടയില് ഭാവന ചെറുതായിട്ടൊന്ന് വീണെന്ന്. അയ്യോ, ഇതെന്തൊരു വിധിയാ. പേടിക്കാനൊന്നുമില്ല, അവരിപ്പോ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്നാൽ ഞാനൊന്ന് പോവാം. ഞാനും കൂടെ വരാം. അമ്മ ഇപ്പൊ വരണ്ട, ഒന്നാമത് ക്ഷീണിച്ചിരിക്കുക. അതൊന്നും സാരമില്ല, ഞാൻ വരും. എനിക്ക് പോണെടുത്ത് അവനോടൊന്ന് പറ, ഞാനും കൂടെ വരുന്നു. ഏട്ടത്തി ഗായത്രി കൂടെ വരട്ടെ സേതു. പതുക്കെ. ഞാൻ പോയിട്ട് വാ. എന്റെ ഭഗവാനെ, എല്ലാം കൊണ്ടും കഷ്ടകാലമാണല്ലോ. ഈശ്വര, റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ. ഒന്നും സംഭവിക്കില്ല ഭാനു. അഥവാ സംഭവിച്ചാലും ഭാവനയുടെ വിശ്വാസം അവളെ രക്ഷിക്കും. ഭാനു, നീ ഓക്കെ അല്ലേ? എന്താട്ടാ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സ്കാനിങ് വേണ്ടി വന്നു, അതിനുവേണ്ടി കൊണ്ടുവരിക. വയറിടിച്ചാ വീണത്. കുഞ്ഞിന് അനക്കമൊന്നുമില്ല എന്നുള്ളൊരു സംശയം കൊണ്ട് സ്കാൻ ചെയ്യുന്നത്. പിന്നെ ഇനി റിപ്പോർട്ട് വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാനാകെ പേടിച്ചിട്ടാ വന്നത്. ആ റാസ്കലിനെ ലോക്കപ്പ് ചെയ്തോ? ചെയ്തു ഏട്ടാ, അവനെ ഞാൻ ACP ഏൽപ്പിച്ചിട്ടാ വന്നത്. ഈ റാസ്കലിനെയൊക്കെ ശരിക്കും 3-ാം മുറ പ്രകാരം ശിക്ഷിക്കണം. അവനെ നന്നായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ട് ഏട്ടാ. മോളെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. ഇല്ല ഏട്ടാ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഏട്ടാ, ഒരിക്കലും ജയേഷിന് പുറംലോകം കാണരുത്. അങ്ങനെയുള്ള ശിക്ഷ വേണം അവന് കിട്ടാൻ. അതിനുള്ള വകുപ്പൊക്കെ അവൻ്റെ മേൽ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവനിനി ഒരിക്കലും ഡോക്ടർ ആവില്ല. ഇവനെ പോലുള്ള ഒരു ഡോക്ടർ ആയാലാണ് ശ്രീറാമിനെ പോലുള്ള ഒരു ഗുണ്ടകളായി മാറുന്നത്. ചേച്ചി എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ. അവനെ എന്ത് ചെയ്തു ആ ദുഷ്ടജന്മം? അച്ഛനും മോനും നല്ല സൽക്കാരം കൊടുക്കാനുള്ള വഴി ഞാൻ ചെയ്തിട്ടുണ്ട് ചേച്ചി. അവനൊക്കെ ഇനിയും വരും വരട്ടെ, സൂക്ഷിക്കണം. അതെ ചേച്ചി, കാശിന്റെ പുറത്ത് ഇനി എന്തും ചെയ്യാൻ അവര് ശ്രമിക്കും. നമുക്ക് നോക്കാം. എന്തായാലും
അമ്മയുടെ അവകാശം പറഞ്ഞോട് വരില്ലല്ലോ. അവനെയൊന്നും ഇനി നമ്മുടെ കൺവട്ടത്ത് അടുപ്പിക്കരുത് ചേച്ചി. മനുഷ്യത്വം മരവിച്ച കാട്ടാളന്മാരുടെ ജന്മ അച്ഛനും മോനും. ഇവനൊക്കെ എങ്ങനെ MBBS വരെ ചെന്നെത്തിയെന്നാ മനസ്സിലാവാത്തത്. എല്ലാ മേഖലയിലും ക്രിമിനൽസ് ഇല്ലേ? ഇവരും ആ ഗണത്തിൽപ്പെട്ടവരാ. എന്നാലും എങ്ങനെ അനിരുദ്ധ ഇവരുടെ കൂടെ ചേർന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ക്രിമിനൽസുകളെ തമ്മിൽ ചേരു ഭരത്തെ. അതിന്റെ തെളിവ് ആ അനിരുദ്ധൻ. ശരിയടാ, പോയാലോ ഭാവന? പോയിട്ട് വരാമേ. പോവാം. ഞാനൊന്ന് പോയിട്ട് വരാം. മോളെ വാ, ഏട്ടാ, കരയല്ലേ. വരുമ്പോ ഭാവനയ്ക്ക് എന്ത് പറ്റുമെന്തോ. ഈ ഭാഗത്ത് എവിടെയാ? ഈശ്വര, സൂര്യ, എന്താ പറ്റിയും മോളെ? ഇതെങ്ങനെ സംഭവിച്ചേ? ഭാനുവിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് വയറിടിച്ചു. ചെറുതായിട്ട് വയറ് തട്ടിയതിനാണോ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നേ? എങ്ങനെയാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ ജയ? ദേവേട്ടനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ഭാവന വീണ്ടും വീണ്ടും അപകടത്തിലേക്കാ പോകുന്നേന്ന്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? അമ്മേ, ആരും അറിഞ്ഞുകൊണ്ടൊന്നും അപകടത്തിലേക്കൊന്നും പോയി ചാടാറില്ല. ഭാവന പോയത് ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം. ഭാനു ഇനിയിപ്പോ അമ്മയുടെ മകളായിരുന്നെങ്കിലും ഭാവന ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അതൊന്നും പറഞ്ഞ ജയക്ക് വിശ്വാസം വരില്ല മോനെ. അതെ, ഭാവന മനഃപൂർവ്വം പോയി വീണിട്ടാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ. അല്ലെങ്കിൽ പണ്ടേ ഇവൾ ഇങ്ങനെ തന്നെയാണല്ലോ. സ്വന്തം കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് സഹോദരങ്ങൾക്കാ. ഭാവനെ, നീ ഇപ്പൊ സൂര്യയുടെ കുഞ്ഞിന്റെ അമ്മയാ. ആ കുഞ്ഞിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരാ ഞാനും ദേവേട്ടനും. അറിയാലോ, ഒരുപാട് പ്രാർത്ഥനയുടെയും വഴിപാടിന്റെയും ഫലമാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. ജയ, നീ ഒന്നും മതിയാക്ക്. ഇവിടെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ സംസാരം കേട്ടാത്തൊന്നും ഭാവനയൊന്നും അടിപിടി ഉണ്ടാക്കാൻ പോകുന്നവളാണെന്ന്. ഭാവന സൂര്യയോടൊപ്പം പോയത് അവളെ അമ്മയെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം.